ഇന്നേ വരെ പയ്യോളി മുനിസിപ്പാലിറ്റി ₹1 പോലും ഇതിനു വേണ്ടി തന്നിട്ടില്ല. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ കൊളായിപ്പാലത്തെ കടലാമ സംരക്ഷണ കേന്ദ്രത്തിലാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഉള്ളിൽ ചെന്ന് നമുക്ക് അവിടെ ഇരിക്കുന്ന ഗാർഡിനോട് ചോദിച്ചാൽ കൂടുതൽ വ്യക്തമായി തരും. അപ്പോൾ നമ്മുടെ കടലാമ സംരക്ഷണ കേന്ദ്രത്തിലെ നോക്കാർത്തിന് ചേർന്നാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ചേട്ടാ, ഇത് ഏത് വർഷമാണ് തുടങ്ങി? എപ്പോൾ ഇത് തുടങ്ങിയത് 92-ല്, 1992 അല്ലേ? അന്ന് പക്ഷെ ഇങ്ങനെ സെറ്റപ്പ് ഒന്നും ഇല്ല. 98-ലാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സാമ്പത്തികമായി സഹായിച്ചിട്ട് ബിൽഡിങ്ങും എല്ലാം എടുക്കുന്നത്. പിന്നെ ഇതെല്ലാം സ്ഥലം വാങ്ങിയത് എല്ലാം ബിൽഡിങ്ങിൽ ആളെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇടക്ക് സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അത് തുടങ്ങിയുള്ള കാരണം എന്ന് പറഞ്ഞാൽ കടലില് ഈ ആമകളില്ലെങ്കിൽ കടലിൽ വിഷസസ്യങ്ങളുണ്ട്, ആൽഗകൾ എന്ന് പറഞ്ഞാൽ, പിന്നെ ജെല്ലി ഫിഷ് അല്ല ചൊറി. അങ്ങനെ ഇത് കടലാമില്ലെങ്കിൽ ഇതെല്ലാം വ്യാപിക്കും. അങ്ങനെ അത് മീൻ കടലൊരു മരുഭൂമിയായിട്ട് മാറും. അത് മനസ്സിലായതുകൊണ്ട്, അതായത് ഹിന്ദു ദിനപത്രത്തിൽ ഒരു ആർട്ടിക്കിൾ വന്ന അപ്പൊ അത് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ പിന്നെ അത് ചെയ്യാലോ. അത് അന്ന് പ്രദേശത്തുള്ള ചെറുപ്പക്കാർ ഒരു 10-20 ആൾക്കാർ ഒരു സമിതി രൂപീകരിച്ച് അപ്പൊ അങ്ങനെ കടലാമ സംരക്ഷണം തുടങ്ങി. കാര്യമായി നമ്മളെ പണി എന്ന് പറഞ്ഞാൽ കടപ്പുറത്ത് ആമ വന്ന് മുട്ടയിടും. അത് പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഹാച്ചറിയിൽ നിന്ന് വിരിച്ച് വിടുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ കടപ്പുറത്ത് തന്നെ വിരിയണം. പക്ഷേ കടപ്പുറത്ത് വിരിയാൻ സമ്മതിക്കില്ല. കീരി, കുറുക്കൻ, പിന്നെ മനുഷ്യന്മാർ തിന്നുകളെ. അപ്പൊ അതുകൊണ്ട് തിന്നാതിരിക്കാനും നഷ്ടപ്പെടാതിരിക്കാനും ഇവിടെ ഹാച്ചറി നിർമ്മിച്ചിട്ട് അതിനകത്ത് കൊണ്ടുവന്ന് വിരിച്ച് വിടുകയാണ്. അതായതിപ്പോ ഒരു വർഷം കഴിഞ്ഞ ഒരു 5000-ഓളം മുട്ട ഒരു വർഷം കലത്തിൽ വിടുന്ന. പക്ഷേ ഇപ്പോൾ 5-10 കൊല്ലമായിട്ട് മുട്ടേൻ്റെ എണ്ണം കുറവാണ്. അത് ഇവിടെ വെള്ളത്തീരമില്ലാതാണ്. അപ്പൊ ഈ വിരിയുന്ന കുഞ്ഞുങ്ങളെ നേരെ കടലിലേക്ക്, അതാണ് നമ്മളെ പണി. അത് കടലാമ സംരക്ഷണമാണത്. ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങള് പിന്നെ കീരിയും കൂക്കം തന്നിട്ടൊന്നും ഉണ്ടാവില്ല. ഇത്രയേ ഉള്ളൂ. നമ്മൾ അടുത്ത് തന്നെ ഉണ്ട്. നമ്മൾ അദ്ദേഹത്തെ കൂടെ പോയാൽ ബാക്കി കാര്യങ്ങൾക്ക് ഉള്ളിൽ നിന്ന് വെച്ച് കാണാം. ഉള്ളിൽ കാണാം. അസ്ഥികളാണ് ഈ കാണുന്നത്. ഇത് നട്ടലിന്റെ ഭാഗങ്ങളാണ്. ആ സൈഡിലുള്ളത് തലയോട്ടിയാണ്. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചെടുക്കും. ഇതാണ് കടലാമകൾ. ഇതിപ്പോൾ 1, 2, 3 കടലാമകളാണ് ഞാനിപ്പോൾ ഇവിടെ കാണുന്നത്. 4 ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ആ സൈഡിലുണ്ട്. ഒരുപാട് പോസ്റ്ററുകളാണ് ഇവിടെ കാണുന്നത്. സാമ്പത്തികമായി സഹായിക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. വൈൽഡ് ലൈഫിൽ വരുന്ന ദുഃഖത്തിൽ WWF ബാങ്കിന്റെ, വേൾഡ് ബാങ്കിന്റെ സഹായം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതൊരു കുറച്ചു കാലം ഉണ്ടായിരുന്നു. പിന്നെ പോലും നിർത്തിക്കാൻ. പിന്നെ എപ്പെങ്കിലും ഒരു എമൗണ്ട് തരും. അങ്ങനെ മാസത്തില ഇല്ല പണ്ട് മാസത്തില് നൈറ്റ് വാച്ചേഴ്സ് വന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞില്ല എപ്പെങ്കിലും ഒരു തൊഴിലാളി. ഇതിന്റെ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ പയ്യോളി മുനിസിപ്പാലിറ്റി കീഴല്ലേ. ഇന്നേ വരെ പയ്യോളി മുനിസിപ്പാലിറ്റി ₹1 പോലും ഇതിനു വേണ്ടി തന്നിട്ടില്ല. അപ്പോ നിങ്ങളിപ്പോ എത്ര വർഷം ഇവിടെ? ഞാൻ ഇവിടെ സമിതിയിൽ വൈസ് പ്രസിഡന്റാണ്. ഞാൻ ജനിച്ചതും വളർന്നല്ല ഇവിടെ തന്നെയാണ്. ഒരുപാട് നമ്മുടെ കടലാമ സംരക്ഷണ കേന്ദ്രത്തിന്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് മിനി ഗോവ. മിനി ഗോവ എന്നറിയപ്പെടുന്ന, ആദ്യം കൊളായിപ്പാലം എന്നാണ്, ഇപ്പോൾ ഒരുപാട് ആളുകൾ വന്ന് മിനി ഗോവ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മളൊന്ന് ജസ്റ്റ് അവിടെ ഒന്ന് പോയി കണ്ടു നോക്കാം അല്ലേ. കണ്ടൽ കാടുകളും കായലുകളും പറഞ്ഞൊരു നല്ല സ്ഥലമാണ്. നമ്മൾ കൂടുതൽ ഉള്ളോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് 1/2 കിലോമീറ്റർ ഉണ്ട്. 1/2 കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മളങ്ങോട്ട് പോകല്ലേ.